അപ്പോൾ നമുക്കങ്ങനെ എളുപ്പത്തിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ നോക്കാം. ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഹോം പേജിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബിൽസ് ആൻഡ് റീചാർജസ് എന്നുള്ള ഏരിയയ്ക്ക് താഴെയായിട്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലയർ ആരാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മിക്കവാറും KCB ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരള ഇലക്ട്രിസിറ്റി KCB എന്നുള്ളതിൽ ടാപ്പ് ചെയ്യുക. ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ടാണ് എത്തുക. അപ്പോൾ ഈ പേജിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൺസ്യൂമർ നമ്പർ ഇവിടെ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുകളിൽ എനിക്കിവിടെ എൻ്റെ ഇവിടെ കാണാനായിട്ട് കഴിയും ഒരു നമ്പർ, പക്ഷെ അത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ എയറോയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ പുതിയതായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ലിങ്ക് അക്കൗണ്ട് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ 2 ബോക്സുകൾ ഓണായിട്ട് അല്ലെങ്കിൽ ഇനേബിളായിട്ട് വരുന്നത് കാണാം. ഓക്കെ, ഈ ബോക്സിൽ നിങ്ങൾ ഫസ്റ്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൺസ്യൂമർ നമ്പർ നിങ്ങൾ തെറ്റൊന്നും കൂടാതെ എൻ്റർ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഇപ്പോൾ അടയ്ക്കാനുള്ളത് ബില്ല് എന്നുള്ളത് ഇവിടെ വിസിബിളായിട്ട് വന്നത് കാണാം ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇനി നിങ്ങൾ ആ ബില്ല് ആ എമൗണ്ട് ജസ്റ്റ് ഒന്നുകൂടെ പേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ആ പേ ബില്ല് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ UPI പിൻ നമ്പർ കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം പരിഗണിച്ച് പോവുക.